തദ്ദേശീയരായിട്ട് വികസിപ്പിച്ചെടുത്ത ഒരു പ്രധാനപ്പെട്ട ഇടമായി ഈ മലരിക്കൽ മാറുകയാണ്. മന്ത്രി ഈ കാഴ്ച കാണുമ്പോൾ എന്ത് തോന്നുന്നു? വളരെ ഹൃദയഹാരിയായിട്ടുള്ളൊരു കാഴ്ചയാണ്. വളരെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാഴ്ച. ഞാനിതിനെപ്പറ്റി സഖാവ് അനിൽകുമാർ എന്നോട് വിവരിക്കുകയും വീഡിയോ കാണിക്കുകയൊക്കെ ചെയ്തപ്പോൾ പോലും ഇത്രയും മനോഹരമാണ് എന്ന് കണ്ടിരുന്നില്ല. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഇതൊരു അത്ഭുതകരമായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. ഇത് മറ്റ് പ്രദേശത്തും സമാനമായിട്ടുള്ള കൂട്ടായ്മകൾ ആരംഭിക്കാൻ പ്രേരണയും പ്രചോദനവും നൽകുന്നതുമാണ്. ഈ കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കുറേ കൂടി മനോഹരമായ കാഴ്ച ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് മന്ത്രി ഇവിടെ എത്തുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ കൂട്ടായ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള കൂട്ടായ്മയിലൂടെ നാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമെന്നല്ല ഇത് തെളിയിക്കുന്നത്. അതാണ് ഈ മലരിക്കൽ മുന്നോട്ട് വയ്ക്കുന്ന മാതൃക. ഇപ്പോൾ മലരിക്കലിൻ്റെ പ്രത്യേകതയും അതാണ്. ഇപ്പം ഇങ്ങനെയുള്ള ധാരാളം സാധ്യതകൾ നമ്മുടെ നാട്ടിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് എന്നതാണ്. അത് കണ്ടെത്താൻ ജനങ്ങളുടെ കൂട്ടായ്മ ഉണ്ടെങ്കിൽ കഴിയും. അതിനെ നമ്മൾ ഉദ്ദേശിക്കാത്ത മാനങ്ങളിലേക്ക് ഉയർത്താൻ കഴിയുമെന്നാണല്ലോ ഇത് തെളിയിക്കുന്നത്. ഇപ്പോൾ മലരിക്കൽ എന്ന് പറയുന്നൊരു സാധാരണ നാട്ടിൻപുറം ടൂറിസ്റ്റുകളുടെ കേന്ദ്രമായിട്ട് മാറി. ആഭ്യന്തര ടൂറിസ്റ്റുകളും പുറത്തുനിന്നുള്ള ആളുകളും വരുന്നുണ്ടാവും അല്ലേ? ധാരാളം പേര് വരുന്ന 2 കോടി രൂപ വരുമാനമായി. പൂ പറിച്ചു വിൽക്കുന്ന കുടുംബശ്രീക്കാർക്കുള്ള വരുമാനത്തെക്കുറിച്ചാണ് അനിലിപ്പനോട് പറഞ്ഞത്. അപ്പോൾ ആ നിലയിൽ ഇത് ഒരു കാഴ്ച കാണുക വിനോദത്തിനോ ആനന്ദിക്കാനോ മാത്രമല്ല, ഒപ്പം ഒരു പ്രാദേശിക എക്കോണമിയെ, സമ്പദ് വ്യവസ്ഥയെ പ്രചോദിപ്പിക്കുന്ന ഉത്തേജിപ്പിക്കുന്ന ഒന്നായിട്ട് കൂടി മാറി. തൊഴിലവസരങ്ങൾ, വരുമാനം ഇതെല്ലാം ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കുടുംബശ്രീകളുടെ വനിതകളുടെയൊക്കെ സ്റ്റാളുകളൊക്കെ ഉണ്ട്. അത് അവർക്ക് കൂടി ഒരു വരുമാനമായി മാറുകയാണ്. അതാ പറഞ്ഞത്. അത് ആളുകൾക്ക് തൊഴിലുണ്ടാക്കുന്നു, വരുമാനം ഉണ്ടാക്കുന്നു, പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ചലനാത്മകമാക്കി മാറ്റുന്നു. ഇതെല്ലാം ഇതിൻ്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ വലിയ ഹരിത ടൂറിസം എന്ന് വേറെ ഒരു തരത്തിലുള്ള പ്രകൃതിക്കൊരു ദോഷം ഉണ്ടാക്കുന്നില്ല. പ്രകൃതിയിൽ തന്നെയുള്ളൊരു സംഗതി നമ്മൾ കണ്ടെത്തുന്നു, അതിനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ മാതൃകാപരമായിട്ടുള്ള ഒന്നാണ്. കേരളത്തിലെ ഓരോ നാട്ടിൻപുറങ്ങളിലും ഇത് തന്നെയല്ല, ഇതേപോലെ സമാനമായിട്ടുള്ള കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ കഴിയും. അതിനുള്ളൊരു ഭാവനയും ദീർഘവീക്ഷണവും ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. പ്രാദേശിക നേതൃത്വത്തിന്, ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റിനെ ഇതിന് നേതൃത്വം കൊടുത്ത ജനകീയ കൂട്ടായ്മയെ ഞാൻ ഹൃദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. എങ്ങനെയാണ് ഭാവനയും ദീർഘവീക്ഷണവും ഉണ്ടെങ്കിൽ നമ്മുടെ പ്രാദേശിക ഭരണ നേതൃത്വത്തിന് നാട്ടിൻപുറങ്ങളെ മാറ്റിമറിക്കാൻ കഴിയുക എന്നുള്ളതിൻ്റെ ഒരു ഒന്നാന്തര ഉദാഹരണമാണിത്.